നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തൂക്കിയിട്ട 2 ബോക്സിംഗ് ഗ്ലൗസുകൾ മുഖത്ത് വന്ന് തട്ടിയാ ഇങ്ങനെ സംഭവിക്കോ? ആ ഗ്ലൗസുകൾ മുഖത്ത് വന്ന് തട്ടിയൊന്നും അല്ല, ആരോ ആഞ്ഞടിച്ചതാ. ആരോ ശക്തിയായിട്ട് മുഖത്തടിച്ചതുപോലെ എനിക്ക് തോന്നി. എന്നാലും ആ ഗ്ലൗസുകൾ ഇത്രയും പവറിൽ എങ്ങനെയാ നിന്റെ മുഖത്തൊന്ന് അടിച്ചത്? അതിനെ പറ്റിയടി ഞാനും ആലോചിക്കുന്നത്. ആലോചിച്ച് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് മുമ്പ് നീ ഒക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാൻ എന്ത് പറയാനാ? എന്നാലും ഇത് വലിയൊരു അതിശയായിപ്പോയി. 2 ദിവസം ഇനിയിപ്പോ പുറത്തിറങ്ങാൻ പറ്റാതായല്ലോ. മുഖത്ത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയാ? 5 സുന്ദരിമാരുടെ മുറിയിൽ ചെന്ന് ഇടി കൊണ്ടെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞ 3 റോസസിന്റെ മാനം പോവും. പിന്നെ ഒരുത്തിക്കും വില ഉണ്ടാവില്ല, നമ്മളെ ഒരു റെസ്പെക്റ്റും തരില്ല. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? ആ ഗ്ലൗസുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അത് അനന്യയുടെ മാജിക് ആണോന്നാ എന്റെ സംശയം. പക്ഷെ വാതില് തനിയെ അടഞ്ഞ് ലോക്ക് വീണത് എങ്ങനെയാ? 5 സുന്ദരികളെ അവരെ റൂമിൽ എന്തൊക്കെയോ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവളുടെ ഒരു പാട്ട ടെക്നിക്കുകൾ, അയ്യോ എല്ലാം തകർത്തു കൊടുക്കും ഞാൻ. അലീനയുടെ മുഖത്തിടിച്ചിട്ടെ 5 സുന്ദരികൾ ഇവിടെ ഞെളിഞ്ഞ് നടക്കണ്ട. അനന്യയുടെ മാജിക് ട്രിക്കുകളെ അവരിനിയും പുറത്തെടുക്കും. അവിടെ സംഭവിച്ചതേ മാജിക് ട്രിക്കുകളാണോന്ന് എനിക്ക് സംശയമുണ്ട്. മാജിക് അല്ലെങ്കിൽ പിന്നെ എന്താ അവിടെ നടന്നത്? ആ മുറിയിലെ എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പം? അത് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. നീ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഇല്ലേ? അല്ല, ഞങ്ങൾ റൂം തുറന്നപ്പോഴേ നിന്നെ ഇവിടെ കണ്ടില്ല. പിന്നെ നീ അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു? താൻ തന്നെ ഇത് ചോദിക്കണം. തന്റെ ഈ പുതപ്പ ഇപ്പോഴേ നമ്മളെ രക്ഷിച്ചത്. ഈ പുതപ്പിനെ വല്ലാത്തൊരു മാന്ത്രിക ശക്തിയാ അല്ലേ? വയ്യാത്ത കാലം കൊണ്ടേ ഈ ഗ്ലൗസുകള് നീ എങ്ങനെയാ അവിടെ കെട്ടിത്തൂക്കിയത്? നീ എന്തിനാ അത് ചെയ്തത്? നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടായിരുന്നു. എന്റെ കൂട്ടുകാർ കുഴപ്പത്തിലാവുന്ന എനിക്ക് തോന്നിയപ്പോ ഞാൻ കാണിച്ചൊരു മാജിക് അത്. 2 ഗ്ലൗസുകൾ തൂക്കിയിടുന്നതാണോ നിന്റെ മാജിക്? പോടാടുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ നമ്മള് അലീനയുടെ സംശയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? അല്ല, നീയാണോ അലീനയുടെ മോതിടിച്ചത്? അവരെ ഓടിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. എന്നിട്ടും അവര് പോയില്ലല്ലോ. നിങ്ങൾ ആ സമയത്ത് വന്നില്ലായിരുന്നു. വീണ്ടും അവരെ ഇടിക്കുവായിരുന്നോ? നിവൃത്തി ഇല്ലാതെ വന്നാ ഞാൻ എന്തും ചെയ്യും. അല്ല, കാല് വയ്യാത്ത നീ ഇതൊക്കെ എങ്ങനെ ചെയ്തു? അത് കാല് വയ്യാതെ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്ത്. ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കൊടുക്കില്ലായിരുന്നോ? പറ ഇല്ലേ? നിന്റെ കാലിന് ഇപ്പോഴും നല്ല വേദനയല്ലേ? പിന്നെ ചിലപ്പോ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. എനിക്കൊന്ന് കിടക്കണം, കാലേ നല്ല വേദനയാ. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. ഞങ്ങൾ വരുന്നവരെ അലീനെ നേരിടാൻ നീ തനിച്ചല്ലേ ഇതിനകത്തെല്ലാം ചെയ്തത്? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ആരെങ്കിലും ഒന്ന് സഹായിക്കേ. നീ എണീക്ക്, ഞാൻ സഹായിക്കാം. ആരെങ്കിലും അവളെ ഒന്ന് സഹായിക്കേ. ഷൈനി, ഇവരെ കാലിലെ പ്രശ്നം ഉള്ളതാണോ കള്ളമാണോ എന്നറിയാൻ എന്തോ വിദ്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ? ജസ്റ്റ് വെയിറ്റ്. ഇതിലെന്താ? എല്ലാരും ഒന്ന് പുറത്തേക്ക് വാ, ഞാൻ പറഞ്ഞുതരാം. ആരവിന്റെ കാലിന്റെ റിയാലിറ്റി എന്താന്ന് ദേ ഈ ഫോണിലുണ്ടാവും. നീ എന്തോ ഒളിക്യാമറ വെച്ചോ? ആരവിനെ കുറിച്ചുള്ള എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാ ഈ ഫോണിലെ ക്യാമറ ഓണാക്കി വെച്ച് ഞാൻ പുറത്തു പോയത്.
അവന്റെ കാലിന്റെ പരിക്ക് അവൻ പറഞ്ഞ പോലെ സീരിയസ് ആണെന്ന് നമുക്കറിയണ്ടേ? അവനറിയാതെ അവന്റെ വീഡിയോ നമ്മൾ എടുത്തത് അവന് ഫീൽ ചെയ്യോ? ഷൈനി അവന്റെ വീഡിയോ ക്യാമറയിലാക്കിയ കാര്യം അവനറിയില്ലല്ലോ. അതെ, നമുക്കറിയാലോ. നീ ആ വിഷ്വൽസ് ഒന്ന് ഓപ്പൺ ചെയ്തേ, കാണാലോ. പെട്ടെന്ന് പെട്ടെന്ന്. ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇപ്പോഴും കാലുവേദന ഉണ്ടെന്ന് പറയുന്നത് ഇവന്റെ ആക്ടിങ് അല്ലേ? ഇത് നോക്ക്. ഈ പെണ്ണിന് ഏത് നേരം വല്ലതും തിന്നുന്നതിനെ പറ്റിയ വിചാരമുള്ളൂ. ഇങ്ങനെ തിന്നു വലിയൊരു വീപ്പക്കുറ്റി പോലെ ആയാ ആരെങ്കിലും ഉള്ള കെട്ടിക്കൊണ്ട് പോകും. നിന്നെ ബോഡി ഷേം ചെയ്യലടാ, കാണിച്ചുതരാം ഞാൻ. അവൻ പറഞ്ഞത് സത്യല്ലേ? അത് നീ എന്തിനാ ചൂടാവുന്നു? അവള് വലിയ മജീഷ്യനാണെന്നാ വിചാരം. ഒരു പുണ്ണാക്കും അറിയില്ല. ഇവളുടെ മാജിക്കേ ഇത് കൊച്ചു പിള്ളേരും ചെയ്യും. ഫുൾ തട്ടിപ്പ്. നിനക്കുള്ളത് കിട്ടിയല്ലോ. എന്റെ പാന്റ്. ഇതാ സോഡാ കുപ്പിയുടെ പാൻറ്റല്ലേ? അവളുടെ നടപ്പേണ്ട DBA ജോലി കിട്ടിയെന്ന വിചാരം. അതിനൊക്കെ തലയിൽ ആള് താമസം വേണ്ടേ? നീ എന്താ പറഞ്ഞേ? നീ അടുത്തത് ഭക്തി തലയ്ക്ക് പിടിച്ച ഭ്രാന്തായ വേറൊരു സാധനം. എന്നെ പറ്റിയാണല്ലോ പറയുന്നത്. കറക്റ്റ്, നിന്നെ പറ്റി തന്നെയാ പറയുന്നത്. ഭക്തി തലയ്ക്ക് പിടിച്ച് ഒടുവിൽ കിളി പോയി നടക്കും. ആവശ്യമില്ലാത്ത ഡിസിപ്ലിനും കൊണ്ട് നടക്കുക. ഒരു കാര്യമില്ല. നീ ആള് കൊള്ളാലോടാ. നിനക്കിട്ടേ ഞാൻ തോരാം. നിങ്ങളെ എല്ലാം വിലയിരുത്തി. പക്ഷെ എന്നെ അവന് പേടിയാ. അതുകൊണ്ടാ എന്നെ പറ്റി ഒന്നും പറയാതിരുന്നെ. നിന്റെ പഞ്ചിങ് ബാഗ്. ഇവള് വലിയ ബോക്സറാണെന്ന വിചാരം. ചുമ്മാ ഷോ ആണെന്നേ ആളെ പേടിപ്പിക്കും. കട്ടിയടി. അവൻ ഇത്രയും നാളും നമ്മുടെ തന്നില് ജീവിച്ചിട്ടെ ഇപ്പൊ നമ്മളെ പറ്റി പറയുന്ന കേട്ടില്ലേ? എല്ലാം ഇവന്റെ ആക്ടിങ് ആണല്ലോ. ഫുൾ ആക്ടിങ്. ഇവ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവന്റെ കള്ളം പൊളിച്ചെടുക്കണ്ടേ? കറക്റ്റ്. വാ. നിന്റെ കാലിന് നല്ല വേദന ഉണ്ടല്ലേ? നല്ല വേദന. കഷ്ടം. ഇവരെന്തുമാത്രം വേദനയായിരിക്കും സഹിക്കുന്നേ. അതെ അതെ, മേഘയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്റെ വേദന. വേദന മാത്രമല്ലടാ,